കോൺഗ്രസിൻ്റെ നയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മെമ്പർ, സിൻഡിക്കേറ്റ് മെമ്പർ ഇടതുപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ കോടതിയിലാണ് തീരുമാനിക്കുന്നത്. അതിന് പകരം എല്ലാം തല്ലി തകർക്കുന്ന സമര ആഭാസത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭാരതാംബയുടെ ചിത്രം എന്ന് പറഞ്ഞ് ഒരു ചിത്രം അവിടെ കൊണ്ടുവച്ച രീതി ശരിയല്ല. ആ നടപടി തെറ്റാണ്. അത് എടുത്ത് മാറ്റേണ്ടതായിരുന്നു. ഇതിന് പെർമിഷൻ കൊടുത്തതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ പേരിൽ രജിസ്റ്റർ ആളെ സസ്പെൻഡ് ചെയ്തപ്പോൾ അത് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ പ്രമേയത്തിൽ ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങളോടൊപ്പം ഞങ്ങൾ വോട്ട് ചെയ്തു. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് എന്താ? എല്ലാം തല്ലി തകർക്കുക. യൂണിവേഴ്സിറ്റിയെ ഇപ്പോൾ രജിസ്ട്രാറുടെ വിലയായിട്ട് കൊണ്ടിരുത്തി. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് കോടതിയിൽ നിന്ന് ഒരു ക്ലിയറൻസ് അദ്ദേഹത്തിന് വാങ്ങിച്ചുകൂടാ? മാത്രമല്ല, ഇന്നത്തെ ഒരവസ്ഥ, വൈസ് ചാൻസലർ ഈ രജിസ്ട്രാർ കൊടുക്കുന്ന ഫയൽ ഒപ്പിടുന്നില്ല. ഈ ഒപ്പുകൾ പലതും പ്രധാനപ്പെട്ട ഫയലുകളാണ്, കുട്ടികളുടെ ഭാവി തീരുമാനിക്കുന്ന ഫയലാണ്. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പേരിലാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ സമരമെങ്കിൽ കാലിക്കറ്റിലും ഗാന്ധി യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റിയിലും എന്തിനാ സമരത്തിൻ്റെ ആവശ്യം? എന്താ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എന്തിനാ സമരത്തിൻ്റെ ആവശ്യം? അപ്പോൾ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു കലാപഭൂമിയാക്കുകയാണ് യൂണിവേഴ്സിറ്റികളെ. ഇപ്പം ഞങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തുന്നുണ്ട്. ഈ രണ്ട് സമരങ്ങൾ വന്നാൽ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഞങ്ങളുടെ കുട്ടികൾ സമരം ചെയ്യുമ്പോൾ അവരെ തല്ലി ചതയ്ക്കുന്ന പോലീസ് ഇവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക. മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് ഒരു DYFI നേതാവിനെ അറസ്റ്റ് ചെയ്ത് വാനിൽ കയറ്റുമ്പോൾ, നിങ്ങൾ പത്രത്തിലുണ്ട്, മഫ്റ്റിയുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ആ കുട്ടീനെ ഇറക്കി വിട്ടു വണ്ടിയിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു അരാജകത്വം നടമാടുക. ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഗവർണർ ഇനി കേന്ദ്ര സേനയെ വിളിച്ചാൽ പിന്നെ പോലീസുകാരെ നമ്മൾ അടിയേ കൊടുക്കും. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നമുണ്ട്, ശരിയാണ്, പരിഹരിക്കണം. ചാൻസലറുടെ ഒരു കാരണവശാലും ചാൻസലറോ വൈസ് ചാൻസലർമാരോ കാവ്യവൽക്കരണം നടത്തിയാൽ ഞങ്ങൾ അതിനെ എതിർക്കും. എന്നാൽ അതിൻ്റെ പേരിൽ ചുവപ്പുവൽക്കരണവും നടത്താൻ പാടില്ല. യൂണിവേഴ്സിറ്റി അതിൻ്റെ സ്റ്റാൻഡേർഡിന് വിടണം, സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് ഞങ്ങളുടെ നിലപാട്.